ബോച്ചയെ പറ്റി ഞാൻ എടുത്ത് പറയേണ്ട കാര്യമില്ല. നമുക്ക് നാഷണൽ ലെവലും ഇന്റർനാഷണൽ ലെവലും ഒക്കെ പോയി അങ്ങനെ ഒരു ബിസിനസ് സാമ്രാജ്യം പിടിച്ചടക്കിയിരിക്കുന്ന ഒരു ബിസിനസ് ടൈക്കൂൺ തന്നെ അദ്ദേഹത്തിന് നമുക്ക് വിളിക്കാം. അതിനപ്പുറത്തേക്കൊരു നമ്മൾ എല്ലാവരും ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യസ്നേഹിയായ ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. നമസ്കാരം. ബോച്ചെ അതായത് ബോബി ചെമ്മണ്ണൂർ ഇപ്പോൾ ജയിലിലായിട്ട് 3-ാം ദിവസത്തേക്ക് കടക്കുകയാണ്. നാളെ തിങ്കളാഴ്ച, ചൊവ്വാഴ്ച അദ്ദേഹത്തിൻ്റെ ഹർജി ഹൈക്കോടതി പരിഗണിക്കുകയാണ്. 99% അദ്ദേഹത്തിന് ജാമ്യം നൽകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം മജിസ്ട്രേറ്റ് കോടതി തന്നെ ജാമ്യം കൊടുക്കേണ്ട വകുപ്പാണ്. ഇതിൽ IT ആക്ട് 67 പ്രകാരം ജാമ്യം കിട്ടാവുന്ന വകുപ്പാണ്. പക്ഷേ പുതിയ ഒരു കൊല്ലം വിധി ഇതുള്ള BNS 75(1) എന്ന് പറയുന്ന വകുപ്പ് നോൺ ബെയിലബിളാണ്. അതുകൊണ്ടാണ് കോടതിയിലെത്തിയത്, കോടതിക്ക് പരിഗണിക്കേണ്ടി വരുന്നത്. ആ കോടതിയിൽ വന്ന ഈ കേസിൽ അപ്പോൾ തന്നെ ജാമ്യം കൊടുക്കേണ്ട ഒരു സംഭവമായിരുന്നെങ്കിലും എന്തുകൊണ്ടാണ് ജഡ്ജ് അങ്ങനെ ചെയ്തതെന്ന് അറിയില്ല. എന്നാൽ വളരെ വിചിത്രമായൊരു സംഭവമാണ്. അവർ നേരത്തെ ഈ ഹണി റോസിൻ്റെ രഹസ്യമൊഴി എടുത്ത ആളാണ്. രഹസ്യമൊഴി എടുത്ത ആൾ ജാമ്യ ഹർജി പരിഗണിക്കാൻ പാടില്ല എന്നിരിക്കെയാണ് ഇങ്ങനൊരു കേസ് കൊടുത്തത്. ഹൈക്കോടതിയിൽ അത് കൃത്യമായിട്ട് അഡ്വക്കേറ്റ് രാമൻപിള്ള ഉണർത്തിയിട്ടുണ്ട്. ഞാനിപ്പോൾ പറയുന്നത്, ഞാൻ ആദ്യം ഒരു വീഡിയോ ക്രൈം സ്റ്റോറിയിൽ പുറത്തുവിട്ടിരുന്നു. അത് ഏകദേശം 2 മില്യൺ ആളുകളാണ് ഇതിനകം കണ്ടിട്ടുള്ളത്. ഇതിൽ ഹണി റോസ് കൊടുത്ത പരാതിയിലെ വസ്തുതകൾ എന്താണ്, അതിലൂടെ എങ്ങനെയാണ് നമ്മുടെ ബോച്ചയ്ക്കെതിരെ ആഞ്ഞടിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഞാൻ ഈ കേസിൻ്റെ പിന്നാമ്പുറത്തേക്ക് പോയത്. പിന്നാമ്പുറത്തേക്ക് പോയപ്പോഴാണ് ആലക്കോട് 10/7/2024 നടന്ന ഒരു വലിയ ചടങ്ങിൽ, വലിയ ആൾക്കൂട്ടമുണ്ടായ ചടങ്ങിൽ, ആരവമുണ്ടായ ചടങ്ങിൽ ഹണി റോസിന് വലിയ അവിടെ ഭയങ്കര ജനങ്ങളുടെ സപ്പോർട്ടുണ്ടായ ചടങ്ങിൽ, ബോച്ചയ്ക്ക് വലിയ സപ്പോർട്ടുണ്ടായ ചടങ്ങിൽ അവിടെ വെച്ച് ഇവരുടെ ലൈംഗികാതിക്രമം കാണിച്ചു എന്നാണ് അവരുടെ പ്രധാനപ്പെട്ട പരാതി. ആ പരാതി ഞാൻ പരിശോധിച്ചപ്പോൾ അങ്ങനെ ഒരു സംഭവമില്ല. ഹണി റോസ് പച്ച കള്ളം പറയുകയാണ്. അതുകൊണ്ട് തന്നെ ഹണി റോസിനെതിരെ കേസ് കൊടുക്കാമെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ആ പറയുന്ന സംഭവത്തെ ഞാൻ 6 ഭാഗമായിട്ടുള്ള വീഡിയോ മാറ്റുകയാണ്. അതിൽ ഹണി റോസ് പറയുന്ന കാര്യങ്ങൾ ഓരോന്നായി നമ്മൾ കേൾക്കേണ്ടതാണ്. നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. ഒത്തിരി സന്തോഷം. ഒത്തിരി സന്തോഷം ഇന്ന് ഈ ഒരു പുതിയ തുടക്കത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞത്. ഈ സ്നേഹമൊക്കെ കാണുമ്പോൾ എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല. പ്രത്യേകം താങ്ക്സ് ഇവിടെ എത്തിച്ചേരാൻ മനസ്സിൽ കാണിച്ചതിന്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ കേരളം കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും വലിയൊരു ദുരന്തമോക്കോടുകൂടിയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. വയനാട് നമുക്ക് ഒരു നിമിഷം കൊണ്ടാണ് അവർക്ക് അവരുടെ പ്രിയപ്പെട്ട ആളുകളെയും അവരുടെ സ്വത്തും സമ്പാദ്യവും എല്ലാം നഷ്ടപ്പെട്ടത്. അപ്പം ആ ഒരു സന്ദർഭത്തിലാണ് നമ്മളിങ്ങനെ ഒരു ചടങ്ങ്. അതുകൊണ്ട് ഒരിക്കലും ഇതിനൊരു സെലിബ്രേഷന്റെ ഒരു മൂടൊന്നും ഇല്ല. നമ്മുടെ ഏറ്റവും നല്ലൊരു പുതിയ തുടക്കത്തിന്റെ ഒരു എന്താ പറയാ, ഒരു നല്ലൊരു മുഹൂർത്തം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്തായാലും ഈ ഒരു സമയത്ത് അവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞു, നിങ്ങൾ എല്ലാവരെയും കാണാൻ കഴിഞ്ഞു. നിങ്ങളുടെ എല്ലാവരും കാത്തിരിക്കുന്ന പോലെ പ്രിയപ്പെട്ട ബോച്ചയും ഇങ്ങോട്ട് എത്തിച്ചേരുന്നുണ്ട്. അദ്ദേഹത്തെ പറ്റി അദ്ദേഹവും ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ പറ്റി ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല. ചെമ്മണ്ണൂർ ഗ്രൂപ്പിനെ പറ്റിയും എടുത്തു പറയേണ്ട കാര്യമില്ല. കാരണം വർഷങ്ങളായിട്ടുള്ള 1863 ഈ ചെമ്മണ്ണൂർ ഗ്രൂപ്പ് സ്ഥാപിതമാകുന്നത്. അത് കഴിഞ്ഞിട്ട് ഇത്രയും വർഷങ്ങൾ കേരളം എന്നല്ല, നാഷണൽ ലെവലും ഇന്റർനാഷണൽ ലെവലെല്ലാം പിടിച്ചടക്കിയിട്ടുള്ള ഒരു വലിയൊരു ബ്രാൻഡാണ് ബോച്ചയെ പറ്റി. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒരു മനുഷ്യസ്നേഹിയായിട്ടുള്ള എന്താ പറയാ ഒരു ബിസിനസ് ടൈക്കൂൺ തന്നെയാണ്, അങ്ങനെ വിളിക്കാൻ പറ്റും അദ്ദേഹത്തിന്. അദ്ദേഹം ഒത്തിരി നല്ല പ്രവർത്തികൾ ചെയ്യുന്നുണ്ട്, ചാരിറ്റി. അതുമാത്രമല്ല ഇപ്പൊ വയനാടിന് വേണ്ടി വലിയൊരു ഒരു സപ്പോർട്ടാണ് അദ്ദേഹത്തിന് കൊടുക്കുന്നത്. 100 വീടുകൾക്കുള്ള സ്ഥലം അദ്ദേഹം ഓൾറെഡി അത് അനൗൺസ് ചെയ്തിരുന്നു. എന്നാൽ കഴിയുന്ന വലിയൊരു സപ്പോർട്ടിന്റെ ഭാഗത്തു നിന്നും തീർച്ചയായിട്ടും ഉണ്ടാവും. നമ്മൾ ഓരോരുത്തരും വയനാടിന് വേണ്ടി നമ്മളെ കൊണ്ട് കഴിയുന്ന ചെറിയൊരു സഹായം ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഈ ഒരു നിമിഷത്തില്. എന്തായാലും സെൽഫി എടുക്കാം, അത് കഴിഞ്ഞിട്ട് വരെ സെൽഫി എടുത്തിട്ടേ പോവുള്ളൂ. ഹണി റോസ് പല ഉദ്ഘാടനമൊക്കെ വരുന്നതാണ്, നമ്മൾ സ്ഥിരമായിട്ട് വിളിക്കുന്നതാണ്. ഹണി റോസിന് പ്രത്യേകം പക്ഷെ റോസ് ഉണ്ട്.
തൽക്കാലം ഹണി കൊടുക്കുന്നില്ല, റോസ് കൊടുക്കുകയാണ്. ഹണി റോസിനെ കാണുമ്പോ എനിക്ക് എന്നാൾ ഓർമ്മ വന്നത് എന്താണെന്നറിയാമോ? ഈ മഹാഭാരതം സീരിയലില് മുമ്പ് ഒരു കഥാപാത്രമുണ്ട്. ആ ഒരു സുന്ദരിയായ ആ കഥാപാത്രം അവര് കുന്തി ദേവിയുടെ റോളാണ് എടുത്തിട്ടുള്ളത്. വളരെ ബ്യൂട്ടിഫുൾ. അവരെ കാണുമ്പോ എനിക്ക് ആ കുന്തി ദേവിയെ കാണുമ്പോൾ ഹണി റോസിനെയാണ് ഓർമ്മ വരുന്നത്. താങ്ക് യു ഫോർ ദ പ്രസൻസ്. പിന്നെ ഇതിന്റെ ചാരിറ്റി പ്രവർത്തന കാര്യങ്ങളൊക്കെ നടത്തുന്നതാണ്. അപ്പോൾ ലവ് യു എവറിബഡി. അതായത് ഈ രംഗത്ത് കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ പറയുക, ഹണി റോസ് ആ ചടങ്ങിന് വന്ന ശേഷം അവിടെ അവർ എല്ലാവരും കൈ കൊടുത്തിട്ടാണ് അകത്തേക്ക് മുകളിലേക്ക് കയറുന്ന സ്റ്റേജിലേക്ക് കയറുന്നത്. കയറി എല്ലാവരും വിഷ് ചെയ്ത ശേഷം അവർ ബോച്ചയെക്കുറിച്ച് പ്രസംഗിക്കുകയാണ്. മനുഷ്യസ്നേഹിയാണ്, അതേപോലെ ബിസിനസ് ടൈക്കൂണാണ്, അദ്ദേഹം വയനാട് ദുരന്തത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളുടെ കൂടെ ബൈറ്റ് എടുത്തിട്ട് ശേഷേ പോവുകയുള്ളൂ, നിങ്ങളെ കൂടെ ഒന്ന് ഫോട്ടോ സെൽഫി എടുത്തിട്ടേ പോവുകയുള്ളൂ എന്ന് ജനങ്ങളോട് പറയണം. അത്രയും അവർ ഹാപ്പി ആയിട്ട് വളരെ ആഹ്ലാദത്തോട് കൂടിയിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ ചടങ്ങിൽ ആദ്യത്തെ ഒരു വീഡിയോ പുറത്തു വിടുമ്പോൾ കൃത്യമായിട്ട് അവിടെ യാതൊരു തരത്തിലും അവർക്ക് ഒരു വിഷമവും ഉണ്ടായില്ല, വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് നിൽക്കുന്നത്. ഇപ്പോൾ ബോച്ചെ വന്നിട്ടില്ല കേട്ടോ. ഇനി ബോച്ചെ വന്ന ശേഷമുള്ള അടുത്ത രംഗം നമുക്ക് കാണാം. ഇപ്പോൾ ആദ്യത്തെ രംഗമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അടുത്ത രംഗത്തേക്ക് കാണാം. ഹണി റോസ് പല ഉദ്ഘാടനമൊക്കെ വരുന്നതാണ്, നമ്മൾ സ്ഥിരമായിട്ട് വിളിക്കുന്നതാണ്. ഹണി റോസിനെ പ്രത്യേകം പക്ഷെ റോസ് ഉണ്ട്. തൽക്കാലം ഹണി കൊടുക്കുന്നില്ല, റോസ് കൊടുക്കുകയാണ്.